എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, 4 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്ന ഒരു പള്ളിത്തർക്കം. അതായത് ആ ഓർത്തഡോക്സ് സഭയും അതുപോലെ യാക്കോബായ സഭയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നത്തെ തുടർന്ന് കുറേ പള്ളികൾ നഷ്ടമാവുകയും അതേ തുടർന്ന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി തന്നെ എറണാകുളത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായ വളരെ വലിയൊരു പള്ളിയായ മുളന്തുരുത്തി പള്ളി യാക്കോബായ സഭയ്ക്ക് നഷ്ടമാവുകയും അവർക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ചാപ്പലിലാണ് പിന്നീട് അവർ പ്രാർത്ഥനകളും മറ്റും നടത്തി പോന്നിരുന്നത്. ഇന്ന് അതിന് വിരാമം ഇട്ടുകൊണ്ട് അവർ പുതിയൊരു പള്ളി പണിതുയർത്തി. ഇന്ന് അതിൻ്റെ കൂദാശയാണ്. ആ സഭയിലുള്ള എല്ലാവരുടെയും ഒത്തൊരുമ കൊണ്ട് മാത്രമാണ് അവർക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും നല്ലൊരു പള്ളി പണിത് ഉയർത്താനായിട്ട് സാധിച്ചത്. നമ്മളിന്ന് ആ കൂദാശയ്ക്ക് പോകുകയാണ്. അപ്പം എല്ലാവരെയും നമ്മൾ അങ്ങോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പള്ളിയുടെ കൂദാശയോടനുബന്ധിച്ച് കരോട്ടെക്കുരിശിൽ നിന്നും മുളന്തുരുത്തി പള്ളിയുടെ അങ്ങോട്ട് ഒരു റാലി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കരോട്ടെക്കുരിശിൽ നിന്നും പുറപ്പെട്ട റാലിയിൽ നമ്മുടെ കൂദാശ ചെയ്യുന്ന അച്ഛന്മാരും ബാബമാരും അങ്ങനെ വിശിഷ്ട അതിഥികളെല്ലാം ഉണ്ടായിരുന്നു. അവർക്ക് ആരാധിക്കുവാനായിട്ട് ഒരു പള്ളി ഉണ്ടെന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ എല്ലാവരും. നമുക്ക് ആ സന്തോഷത്തിലൊന്ന് പങ്കുചേരാം. നമുക്ക് കൂദാശയോട് അനുബന്ധിച്ചുള്ള പള്ളിയിലെ ചില ചടങ്ങുകളും മറ്റും നമുക്കൊന്ന് കാണാം. സുറിയാനി സഭയുടെ മക്കൾ, മുളന്തുരുത്തിയുടെ മക്കൾ നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ദൈവാലയത്തിന് ചേർന്ന് നിർമ്മിച്ചതായ വിശുദ്ധാലയത്തിന്റെ കൂദാശ അനുഷ്ഠാനത്തിന് ഒന്നിച്ച് കൂടുകയാണ്. ശ്രേഷ്ഠപിതാക്കന്മാരെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആലയിക്കും. ശ്രേഷ്ഠഭാവായ ആരവണയിച്ച് വികാരിമാർക്ക് പിതാക്കന്മാർക്ക് ദീപങ്ങൾ തെളിയിച്ച് നൽകി ഇപ്പോൾ വിനയപൂർവ്വം ഭക്തിയാദരപൂർവ്വം ഈ ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് ആയിരിക്കുന്നു. Oh,
ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിക്കുന്ന നാം കേൾക്കണം. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.